സ്വാമി ശരണം. ശ്രീരാമകഥാമൃതത്തിൻ്റെ അടുത്ത അധ്യായം സമാരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ആരണ്യകാണ്ഡം പൂർത്തീകരിച്ച് ശബരിയാശ്രമത്തിൽ ചെന്ന് ശബരിയുടെ നിർദ്ദേശമനുസരിച്ച് ബാലസുഗ്രീവന്മാരോട് സഖ്യത്തിനായിട്ടുള്ള പുറപ്പാടും ഒക്കെ പ്രതിപാദിക്കുന്ന കിഷ്കിന്ധകാണ്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കിഷ്കിന്ധകാണ്ഡം പാരായണം ചെയ്യുന്നു. എല്ലാവർക്കും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ. നമുക്ക് അടുത്ത ഭാഗം ശ്രവിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. കിഷ്കിന്ധകാണ്ഡം. ശാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ. ചൊല്ലുവേനെങ്കിൽ അനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ. കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യാതനയനവരാവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൻ. ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം. ഉത്ഭുല്ല പത്മകൽഹാര കുമുദ നീലോൽപലമണ്ഡിതം ഹംസകാരാണ്ഡവ ഷഡ്പദ കോകില കുക്കുടയോ യഷ്ടി സർപ്പസിംഹവ്യാക്രസൂകര സേവിതം പുഷ്പലതാ പരിവേഷ്ടിത പാദപസൽ ഫലസേവിതം സന്തുഷ്ടജന്തുകം. കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടിച്ചിണ്ടലും തീർത്തുമന്ദം നടന്നിടിനാ. അനിമൽ സമാഗമം. കാലേ വസന്തേഷു ശീതളേ ഭൂതലേ ഭൂലോകപാലബാലന്മാരിരുവരും ഋഷ്യമൂകാത്രിപാർശ്വസ്ഥലേ സന്തതം നിശ്വാസമുൾക്കൊണ്ട് വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരകയും ചൂതായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടന്നടുക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും. സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിടിനാൻ. മാരുതിയോട് ഭയേന ചൊല്ലിടിനാൻ, ആരീ വരുന്നതിരുവർ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാൽ എന്നെ ബലാലിംഗു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലല്ലി. വിക്രമമുള്ളവരെത്രയും തേജസാദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു ചാപബാണാസി ശസ്ത്രങ്ങളും ഉണ്ടല്ലോ. നീ ഒരു വിപ്രവേഷം പൂണ്ടവരോട് വായുസുത ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രോ ലാഭഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നറിഞ്ഞാൽ വിരവിൽ നീ. ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടു നമ്മുടെ ശത്രുക്കളെങ്കിലതല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദമന്തസ്മേര സംജയാമിത്രമെന്നുള്ളതുമെന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം
അഞ്ജസാ ചെന്നു നമസ്കരിച്ചിടിനാൻ അഞ്ജനാപുത്രനും ഭർത്തൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവകുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പൂണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും ആരെന്നറിയിൽ ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകളാത്മശ്വാസൈവ ശോഭിപ്പിക്കും അർക്കനിശാകരന്മാരെന്നു തോന്നുന്നു. ത്രൈലോക്യമർ കർത്തൃഭൂതന്മാർ പവാന്മാരെന്നാലോക്യ ചേതസി ഭാതി സദൈവമേ. വിശ്വൈക വീരന്മാരായ യുവാക്കളാമശ്വിനി ദേവകളോ മറ്റതന്നിയെ. വിശ്വൈക കാരണഭൂതന്മാരായോരു വിശ്വരൂപന്മാരാമീശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിത് ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്താനാം മഹീതലേ. വന്നുരാജന്യവേഷേണ പിറന്നോരു പുണ്യപുരുഷന്മാർ പൂർണ്ണഗുണവാന്മാർ കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങൾ ഉദിത്യൗലീലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകും നരനാരായണന്മാരെന്നുൾത്താരിലിന്നു തോന്നുന്നു നിരന്തരം. യുദ്ധം പറഞ്ഞു തൊഴുതു നിന്നിടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘൂത്തമൻ. പശ്യസഹേ വടുരൂപിണം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം അനേന ശ്രുതം. ഇല്ലൊരപശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈയാകരണൻ വടു നിർണയം. മാനവവീരനും അപ്പോൾ അരുൾ ചെയ്തു വാനരശ്രേഷ്ഠനെ നോക്കി ലഘുതരം. രാമനെന്നുടെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രതനയൻ. ഇവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനീ. ജാതമോദം പരമാർത്ഥം മഹാമതേ. ജാനകിയാകിയ സീതയെന്നുണ്ടോരു യാമാനിനി എന്നുട ഭാമിനി. കൂടവേ താത നിയോഗേന കാനന സീമനി. യാതന്മാരായി തപസു ചെയ്തിടുവൻ. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ടനായൊരു നിശാചരൻ വന്നുടൻ ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൻ. കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളെ ഒരിടത്തു നിന്നിഹ കണ്ടുകിട്ടി. നിന്നെ നീ ആരടോ സഖേ ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൻ കൂപ്പിത്തൊഴുതു കുതൂഹലാൽ. ഹരേ രാമ 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 ഹരേ ഹരേ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കവീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൻ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൻ. ഹൃശ്യമൂകാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നിതർക്കാത്മജൻ. ഞാൻ അവൻ തന്നുടെ ഭൃത്യനായുള്ളൊരു വാനരൻ വായുതനയൻ മഹാമതേ. നാമധേയം ഹനുമാനഞ്ജനാത്മജനാമയം തീർത്തു രക്ഷിച്ചു കൊള്ളേണമേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർക്കും അരികളെ. വേല ചെയ്യാമതിനാവോളമാശുജാനാലംബനം മറ്റെനിക്കില്ല ദൈവമേ. യുദ്ധം തിരുമനസെങ്കിലെഴുന്നള്ളു കുൽത്താപമെല്ലാം മകലും ദയാനിധേ എന്നുണർത്തിച്ചു നിജാകൃതി കൈക്കൊണ്ടു നിന്ന് തിരുമുമ്പിലാ മാറുമാരുതി. പോകമമസ്കന്ധമേറിയിടുവൻ നിങ്ങളാകുലഭാവമകലക്കളഞ്ഞാലും. അപ്പോൾ ശബരിതൻ വാക്കുകൾ ഓർത്തുകണ്ടുൽപ്പല നേത്രനുൻവാദവും ചെയ്തു. സുഗ്രീവസഖ്യം. ശ്രീരാമലക്ഷ്മണന്മാരെ കഴുത്തിലാമാറങ്ങെടുത്തു നടന്നിതു മാരുതി.
സുഗ്രീവസന്നിധൗ കൊണ്ടു ചെന്നിടിനാൻ വ്യഗ്രം കളകനീ ഭാസ്കരനന്ദന. ഭാഗ്യമഹോ ഭാഗ്യമോർത്തോളം എത്രയും ഭാസ്കരവംശസമുദ്ഭവന്മാരായ രാമനും ലക്ഷ്മണനാകുമനുജനും കാമദാനാർത്ഥം ഇവിടെ കെഴുന്നള്ളി. സുഗ്രീവനോടീ വണ്ണം പറഞ്ഞദ്രീശ്വരാഗ്രേ മഹാതരുച്ഛായ തലേ തഥാ വിശ്വൈക നായകന്മാരാം കുമാരന്മാർ വിശ്രാന്തചേതസാ നിന്നരുളീടിനാൻ. വാദാത്മജൻ പരമാനന്ദം ഉൾക്കൊണ്ടു നിധിയോടർക്കാത്മജനോട് ചൊല്ലിനാൻ. ഭീതി കളകനീ മിത്രഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗേശ്വരന്മാരി ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയ താരെയും പേടിക്ക വേണ്ട ഭവാനിനി. വേഗേന ചെന്നു വന്നിച്ചു സഖ്യം ചെയ്തു ഭാഗവത പ്രിയനായി വസിച്ചിടുക. പ്രീതനായൊരു സുഗ്രീവനും അന്നേരമാദരപൂർവമുത്ഥായ സംഭ്രമം വിഷ്ടപനാഥനിരുന്നരുളിടുവാൻ. വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിയിലിട്ടാൻ. അതു നേരം ഇഷ്ടനാം മാരുതി ലക്ഷ്മണനും ഒഴിച്ചിട്ടതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോദാൽ ഒടിച്ചിട്ടരുളിടിനാൻ. തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നിടിനാർ. നഷ്ടമായി വന്നിതു സന്താപസംഘവും. മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമവൃത്താന്തമെല്ലാം അറിയിച്ചതു നേരം. സ്ഥിരനാം ആദിത്യനന്ദനൻ മോദേന ശ്രീരാമചന്ദ്രനോടാശു ചൊല്ലിടിനാൻ. നാരീമണിയായ ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ടു നിർണയം. ശത്രുവിനാശനത്തിനടിയനൊരു മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ. ഏതും ഇതു നിരൂപിച്ചു ഖേദിക്കരുതാദികളൊക്കെ അകറ്റുവൻ നിർണയം. രാവണൻ തന്നെ സകുലം വധം ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ഒരവസ്ഥ കണ്ടേൻ. ഒരു നാളതു മാനവവീര തെളിഞ്ഞു കേട്ടിടണം. മന്ത്രിമാർ 4 പേരും ഞാനും മായജലാന്തേ വസിക്കുന്ന കാലമൊരു ദിനം. പുഷ്കരനേത്രയായൊരു തരുണിയെ പുഷ്കരമാർഗേണ കൊണ്ടുപോയാനൊരു രക്ഷോവരൻ. അതുനേരം അസുന്ദരി രക്ഷിപ്പതിനാരുമില്ലാഞ്ഞു ദീനയായി. രാമരാമേതി മുറയിടുന്നോൾ തവ ഭാമിനി തന്നെ അവളെന്നതേ വരൂ. ഹരേ രാമ 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 ഹരേ ഹരേ. ഉത്തമയാമവാൾ ഞങ്ങളെ പർവ്വതേന്ദ്രോത്തമാങ്ങേ കണ്ട നേരം പരവശാൽ. ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ അദ്രീശ്വരോപരി നിക്ഷേപണം ചെയ്താൽ. ഞാനതു കണ്ടിങ്ങെടുത്തു സൂക്ഷിച്ചു വെച്ചേൻ. അതു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി തന്നാഭരണങ്ങളോ മാനവവീര ഭവാനറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തു കൊണ്ടുവന്നു മന്നവൻ തൻ തിരുമുമ്പിൽ വച്ചിടിനാൻ. അണ്ണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. എന്നെ കണക്കെ പിരിഞ്ഞിതോ നിങ്ങളും തന്നൊങ്കിയാകിയ വൈദേഹിയോടയ്യോ. സീതേ ജനകാത്മജേ മമ വല്ലഭേ നാഥേ നളിനദളായതലോചനെ. രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയമാധിപൂർവം തിരുമാറിലമുഴ്ത്തിയും. പ്രാകൃതന്മാരാം പുരുഷന്മാരെ പോലെ ലോകൈകനാഥൻ കരഞ്ഞു തുടങ്ങിനാൻ. ശോകേന മോഹം കലർന്നു കിടക്കുന്ന രാഘവനോട് പറഞ്ഞതു ലക്ഷ്മണൻ. ദുഃഖിയാകേതുമേ രാവണൻ തന്നെയും മർക്കടശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ചംബുജനേത്രയാം സീതയെ കൈക്കൊണ്ടുകൊള്ളാം പ്രസീത പ്രഭോഹരെ. സുഗ്രീവനും പറഞ്ഞാനതു കേട്ടുടൻ വ്യഗ്രയായി കേതുമേ രാവണൻ തന്നെയും
നിഗ്രഹിച്ചാശു നൽകിയിടുവൻ ദേവിയെ കൈക്കൊള്ളുക ധൈര്യം ധരിത്രീപദേ വിഭോ. ലക്ഷ്മണ സുഗ്രീവ വാക്കുകളിങ്ങനെ തക്ഷണം കേട്ടു ദശരഥപുത്രനും ദുഃഖവുമൊട്ടു ചുരുക്കി മരുവിനാൻ. മർക്കടശ്രേഷ്ഠനാം മാരുതി അന്നേരം അഗ്നിയെയും ജ്വലിപ്പിച്ചു ശുഭമായ ലഗ്നവും വാർത്തു ജയിപ്പിച്ചു സഖ്യവും. സുഗ്രീവരാഘവന്മാർ അഗ്നിസാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഖേദം കളഞ്ഞു തുങ്കമായ ശൈലാഗ്രേ മരുവിനാർ. ബാലിയും താനും പിണക്കമുണ്ടായതിൻ മൂലം എല്ലാം ഉണർത്തിച്ചരുളിയിടിനാൻ. ബാലി സുഗ്രീവ കലഹകഥ. പണ്ടു മായാവിയെന്നോരസുരേശ്വരനുണ്ടായതുമയൻ തന്നുട പുത്രനായി. യുദ്ധത്തിനാരുമില്ലാഞ്ഞു മതിച്ചവൻ ഉദ്ധതനായി നടന്നിടും ദശാന്തരേ. കിഷ്കിണ്ഡയാം പുരിപുക്കു വിളിച്ചതു മർക്കടാധീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. മുഷ്ടികൾ കൊണ്ട് താടിച്ചതുകൊണ്ട് അതിദുഷ്ടനാം ദൈത്യനും പേടിച്ചു മണ്ടിനാൻ. വാനരശ്രേഷ്ഠനും ഓടിയെത്തിയിടിനാൻ. ഞാനും അത് കണ്ടു ചെന്നത് പിന്നാലെ ദാനവൻ ചെന്നു ഗുഹയിൽ ഉൾപ്പുക്കിതു. വാനരശ്രേഷ്ഠനും എന്നോട് ചൊല്ലിനാൻ. ഞാനിതിൻ പുക്കുവിൻ തന്നെയൊടുക്കുവൻ. നൂനം വിലദ്വാരി നിൽക്ക നീ നിർഭയം. ക്ഷീരം വരികിൽ അസുരൻ മരിച്ചിടും ചോര വരികിൽ അടച്ചുപോയി വാഴുക നീ. ഇത്തം പറഞ്ഞതിൽ പുക്കിതു ബാലിയും തത്ര വിലദ്വാരി നിന്നേൻ അടിയനും. പോയതു കാലം 1 മാസം എന്നിട്ടുമാഗതനായതുമില്ല കവീശ്വരൻ. വന്നിതു ചോര വിലമുഖം തന്നിൽ നിന്നുള്ളിൽ നിന്നു വന്നു പരിതാപവും. അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ നിഗ്രഹിച്ചാൻ എന്നുറച്ചു ഞാനും തഥാ. ദുഃഖമുൾക്കൊണ്ടു കിഷ്കിന്ധ പുക്കിടിനേൻ. മർക്കടവീരരും ദുഃഖിച്ചതു കാലം. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാൻ. വാനരാധീശ്വരനായ അഭിഷേകവും വാനരേന്ദ്രന്മാരെനിക്കു ചെയ്തിടിനാർ. ചെന്നിതു കാലം കുറഞ്ഞൊന്നു പിന്നെയും വന്നിതു ബാലി മഹാബലവാൻ. തഥാ കല്ലിട്ടു ഞാൻ വിലദ്വാരമടച്ചതു കൊല്ലുവാൻ എന്നോർത്തു കോപിച്ചു ബാലിയും. കൊല്ലുവാൻ എന്നോടടുത്തു ഭയേന ഞാനെല്ലാടവും പാഞ്ഞിരിക്കരുതാഞ്ഞെങ്ങും. നീളെ നടന്നുഴന്നീടും ദശാന്തരേ ബാലി വരികയില്ല. അത്ര ശാപത്തിനാൽ ഹൃശ്യമൂകാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോടു ഞാൻ. വിശ്വനാഥ വിഭോ. മൂഢനാം ബാലി പരിഗ്രഹിച്ചിടിനാരൂഢരാഗം മമ വല്ലഭ തന്നെയും. നാടും നഗരവും പത്നിയും എന്നുട വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ. ത്വൽപാദപങ്കേരുഹസ്പർശ കാരണാലിപ്പോൾ അതീവ സുഖമുണ്ടായി വന്നു. മിത്താത്മജോക്തികൾ കേട്ടോരനന്തരം മിത്ര ദുഃഖേന സന്തപ്തനാം രാഘവൻ ചിത്തകാരുണ്യം കലർന്നു ചൊന്നാൻ. തവ ശത്രുവിനെ കൊന്നു പത്നിയും രാജ്യവും വിത്തവുമെല്ലാം അടക്കിത്തരുവൻ ഞാൻ. സത്യമിതു രാമഭാഷിതം കേവലം. മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞോരു ഭാനുതനയനുമിങ്ങനെ ചൊല്ലിനാൻ. സ്വർലോകനാഥജനാകിയ ബാലിയെ കൊല്ലുവാനേറ്റം പണിയുണ്ടു നിർണയം. ഇല്ല അവനോടം ബലം മറ്റൊരുവനും ചൊല്ലുവൻ ബാലിതൻ ബാഹുപരാക്രമം. ദുന്ദുഭിയാകും മഹാസുരൻ വന്നു കിഷ്കിന്ധാപുരദ്വാരി മാഹിഷവേഷമായി. യുദ്ധത്തിനായി വിളിച്ചോരു നേരത്തതിക്രുദ്ധനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ. ശൃംഗം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച വിട്ടിപ്പറിച്ചുടൻ. ഉത്തമാങ്ങത്തെ ചുഴറ്റി എറിഞ്ഞിതു രക്തവും വീണു മതങ്കാശ്രമസ്ഥലേ. ആശ്രമദോഷം വരുത്തിയ
ബാലിപോ നൃശ്യമൂജാഷ്ടമൂകാജലത്തിങ്കൽ വരുന്നാകിൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചുടൻ കാലപുരി പൂകമാദ്വാക്യ ഗൗരവാൽ എന്നു ശപിച്ചതു കേട്ടു കവീന്ദ്രനും വന്നു തുടങ്ങി ഇവിടെ വരുവീല. ഞാനും അതുകൊണ്ടിവിടെ വസിക്കുന്നു മാനസേ ഭീതി കൂടാതെ നിരന്തരം. ദുന്ദുബി തൻ്റെ തലയിതു കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവാൻ. ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കവിവീരനെ നിർണയം. ഹരേ രാമ 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 ഹരേ ഹരേ. ഋഷിമുഖാചലത്തിൽ ചെന്ന് ആദ്യം ഹനുമാൻ ശ്രീരാമലക്ഷ്മണന്മാരെ കാണുകയും ശ്രീരാമലക്ഷ്മണന്മാർ ശത്രുക്കളായുള്ളവരല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി സീതാന്വേഷകരായി വന്ന സാക്ഷാൽ ശ്രീരാമചന്ദ്രപ്രഭുവും സോദരനായ ലക്ഷ്മണനുമാണെന്ന് മനസ്സിലാക്കി അവരെയും കൂട്ടി സാക്ഷാൽ അഞ്ജനാതനയൻ സുഗ്രീവൻ്റെ അടുത്തേക്ക് പോവുകയും അവിടെ വെച്ച് ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള സംഭാഷണവും സീതയെ രക്ഷിക്കുവാനായി ഞങ്ങളാൽ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും വാഗ്ദാനം നൽകി അവർ അതിനുവേണ്ടി പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ ബാലിയും സുഗ്രീവനുമായുള്ള ആ കലഹത്തിൻ്റെ കഥ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവർ തമ്മിലുണ്ടായ ശത്രുത എന്താണെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിന്ന് തൻ്റെ ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഞാനും ചെയ്തു തന്നുകൊള്ളാമെന്ന് ശ്രീരാമചന്ദ്രനും വാക്കുകൊടുക്കുന്നു. ഈ ഭാഗമാണ് ഇന്നിവിടെ വായിച്ചു നിർത്തുന്നത്. ശേഷം ഭാഗങ്ങൾ അടുത്ത അധ്യായത്തിൽ നമുക്ക് ശ്രവിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ.